മേലേപ്പറമ്പിലാണ് വീട് എന്ന സിനിമയിലെ മച്ചമ്പി എന്ന കഥാപാത്രം, നമ്മുടെ ജനാർദ്ദനൻ ചെയ്ത കഥാപാത്രം. ഇന്ന് നമുക്ക് ജനാർദ്ദനെ അല്ലാതെ മറ്റൊരു നടനെ ആ ഒരു കഥാപാത്രത്തിൽ സങ്കല്പിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ ജനാർദ്ദനൻ എന്ന് പറയുന്ന നടന്റെ കരിയർ മാറ്റിമറിച്ച ഒരു സിനിമയും കഥാപാത്രവുമായിരുന്നു മേലെപ്പറമ്പിലാണ് വീട്. അതിനുശേഷമാണ് അദ്ദേഹത്തിന് നല്ല ഹ്യൂമർ തരത്തിലുള്ള റോളുകളൊക്കെ കിട്ടാൻ തുടങ്ങിയത്. ശരിക്കും ആ വേഷം അന്ന് അതിൻ്റെ സംവിധായകൻ രാജസേനൻ പ്ലാൻ ചെയ്യുമ്പോൾ ഇവൻ ഷൂട്ട് തുടങ്ങുന്നത് വരെ മറ്റൊരു പ്രമുഖ നടനായിരുന്നു ആ ഒരു സിനിമയിൽ അഭിനയിക്കേണ്ടിരുന്നത്. പല കാരണങ്ങൾ കൊണ്ട് ആ നടൻ മാറിയ ശേഷമാണ് ജനാർദ്ദനൻ വരുന്നത്. തിരക്കഥയും ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ അതിൽ അച്ഛൻ്റെ വേഷത്തിൽ നരേന്ദ്രപ്രസാദ് അതുവരെ വളരെ സീരിയസ് സിനിമകളൊക്കെയാണ്. നമ്മൾ അതിനു മുമ്പ് ഈ പറയുന്ന തലസ്ഥാനം പോലത്തെയൊക്കെ ഒരുപാട് സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വേഷത്തിലൂടെയാണ് നരേന്ദ്രപ്രസാദിനെ കാണുന്നത്. പക്ഷെ ആ ഒരു സിനിമയിൽ നരേന്ദ്രപ്രസാദ് ഹ്യൂമർ ചെയ്തിട്ടില്ല. അതിൽ സീരിയസ് ആയിട്ട് തന്നെയാണ് അദ്ദേഹം ചെയ്തത്. അതൊരു സിറ്റുവേഷൻ ഹ്യൂമർ ആയതുകൊണ്ടാണ് നമുക്ക് ചിരി വന്നത്. നരേന്ദ്രപ്രസാദിന് പോലും അദ്ദേഹം ചെയ്യുന്നതൊക്കെ തിയേറ്ററിൽ ചിരിക്കുമോ എന്നുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നീട് അത് തിയേറ്ററിൽ വന്ന ശേഷമാണ് അദ്ദേഹത്തിനും ഒരു ധൈര്യം അദ്ദേഹം മനസ്സിലായത് രാജസേനന്റെ ആ ഒരു അദ്ദേഹത്തിന്റെ ഒരു ചിന്തകൾ കറക്റ്റ് ആയിരുന്നു എന്നുള്ളത്. പിന്നീട് അതിൽ ചേട്ടന്മാരായിട്ട് ജഗദീഷ് ശ്രീകുമാറും അതുപോലെ തന്നെ വിജയരാഘവനും സീരിയസ് റോളുകൾ ചെയ്തതാണ്. പക്ഷെ മതി, നരേന്ദ്രപ്രസാദിന്റെ മകനല്ലേ, അങ്ങനെ വിജയരാഘവനെയും കാസ്റ്റ് ചെയ്യുന്നു. ശോഭന നായിക ഫിക്സ് ചെയ്യുന്ന എല്ലാം ഫിക്സ് ചെയ്ത് മച്ചമ്പിയുടെ ഒരു വേഷം ആദ്യം പ്ലാൻ ചെയ്തത് ഇന്നസെന്റ് ആയിരുന്നു.